Good day to all of you. Welcome to EC Physics. Force and Laws of Motionലെ NCERT example questions ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Question number 1 to 3 നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് question number 4 and 5 ഒന്ന് ചെയ്ത് നോക്കാം. ഇതിനു വേണ്ടി ഏതൊക്കെ ഫോർമുലാസ് ആണ് മനസ്സിലുണ്ടാവേണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. F is equal to ma എന്നുള്ള ഫോർമുലയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അതുപോലെ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിരുന്നു. 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണുള്ളത്. ഒന്ന് v equal to u plus at, രണ്ട് s equal to ut plus half at square, മൂന്ന് v square minus u square equal to 2as. ഈ ഫോർമുല എല്ലാം എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇത്രയും ഫോർമുലാസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എന്താണ്? A force of 5 Newton gives a mass m1 an acceleration of 10 meter per second square. ആദ്യം ഏത് പ്രോബ്ലം ചെയ്യുവാണെങ്കിലും തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒന്ന് എഴുതി നോക്കാം. A force of 5 Newton, അതായത് ഇവിടെ രണ്ട് ഫോഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഫോഴ്സിന് ഞാൻ F1 എന്ന് എഴുതുന്നു. is equal to 5 Newton എന്ന് പറഞ്ഞിട്ടുണ്ട്. gives a mass m1 and acceleration of 10. അപ്പോ A1 എത്രയാണ്? 10 meter per second square. F1ഉം A1ഉം തന്നാൽ തന്നെ നമുക്ക് M1 കണ്ടുപിടിക്കാമല്ലോ. കാരണം നമ്മൾ പഠിച്ചിരുന്നു ഫോഴ്സിന്റെ ഫോർമുല എന്താണ്? F is equal to ma. അതുകൊണ്ട് തന്നെ F1 എന്ന് പറയുന്നത് M1 A1 ആണ്. ഇവിടെ നിന്ന് നമുക്ക് M1 കണ്ടുപിടിക്കാം. എന്താണ്? F1 divided by A1. F1 എന്ന് പറയുന്നത് 5 ആണ്, ഡിവൈഡഡ് ബൈ A1 is 10. അപ്പൊ M1ന്റെ വാല്യൂ നമുക്ക് കിട്ടിയ എത്രയാണ്? 0.5 kg. ഇനി ചോദ്യത്തിലോട്ട് തിരിച്ചു പോവാം. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്? എന്താ തന്നിരിക്കുന്നത്? an acceleration of 20 meter per second square. അതായത് അടുത്തൊരു മാസ് m2 എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ടെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന ആക്സിലറേഷൻ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 20 meter per second square. ഈ സെയിം ഫോഴ്സ് തന്നെയാണ് അടുത്ത വസ്തുവിന് 20 meter per second square ആക്സിലറേഷൻ കൊടുത്തതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് m2 കണ്ടുപിടിക്കാനായിട്ട് ഈ സെയിം ഫോഴ്സ് ആണ് അല്ലെ? അപ്പൊ ഫോഴ്സിൽ മാറ്റമില്ല, 5 ന്യൂട്ടൺ തന്നെയാണ്, ഡിവൈഡഡ് ബൈ 20. 5 by 20 എന്ന് പറയുമ്പോൾ 1/4, which will be 0.25 kg. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് മാസിന്റെയും വാല്യൂസ് m1 m2 എന്ന് പറഞ്ഞിരുന്നു, m1ന്റെയും m2ന്റെയും വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി ഈ ചോദ്യത്തിലോട്ട് കിടക്കാം. വാട്ട് ആക്സിലറേഷൻ വുഡ് ഇറ്റ് ഗിവ് ഇഫ് ബോത്ത് ദ മാസസ് വേർ ടൈഡ് ടുഗെദർ? രണ്ട് മാസും ഒരുമിച്ച് ടൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ മാസ് എത്ര വരിക? m1 plus m2. 0.5 plus 0.25 എത്ര വരിക? 0.75 കിലോഗ്രാം ആണെങ്കിൽ ഈ സെയിം ഫോഴ്സ് എത്രത്തോളം ആക്സിലറേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് ചോദ്യം. ആക്സിലറേഷന്റെ ഫോർമുല എന്താ? F ഡിവൈഡഡ് ബൈ m. ഇവിടുത്തെ ഫോഴ്സ് 5 ന്യൂട്ടൺ തന്നെയാണ്, ഡിവൈഡഡ് ബൈ മാസിന്റെ ഫോർമുല എത്രയാണ് തന്നിരിക്കുന്നത്? സോറി, മാസിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.75 എന്നായിരുന്നു. അപ്പൊ ആക്സിലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 500 divided by 75 ചെയ്യാം നമുക്ക്. This will become 100 divided by 15. ഇതിനെ വീണ്ടും നമുക്കൊന്ന് 500 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 20 divided by 3. 20 divided by 3 എന്ന് പറയുമ്പോൾ 6 point acceleration will be equal to 6.666 എന്ന് പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് 6.67 meter per second square എന്ന ആൻസർ കണ്ടുപിടിക്കാം. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഒരു ബോളിന്റെ. ആ ബോളിന്റെ മാസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 20 gram. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. 20 ഗ്രാമിന് നമുക്ക് എങ്ങനെയാണ് കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്? 20 divided by 1000, which will be 0.02 kilogram. അപ്പൊ തന്നിരിക്കുന്ന ആദ്യത്തെ വാല്യൂ നമ്മൾ എഴുതി വെച്ചു. മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഓൺ എ ലോങ് ടേബിൾ is given in the figure. താഴെ ഒരു ഫിഗറിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടാനുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്തൊക്കെയാ തന്നിരിക്കുന്നത് ഇവിടെ? 20 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതായത് ടൈം 0 ആയിരുന്നപ്പോൾ ഉള്ള വെലോസിറ്റി 20 ആണ്. ടൈം 10 ആയപ്പോൾ വെലോസിറ്റി 0 ആയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എഴുതാൻ പറ്റിയിട്ടുള്ളത്?
initial velocity, that is u is equal to 20 meter per second, v is equal to 0. Sorry, meter per second അല്ല, നമുക്ക് തന്നിരിക്കുന്നത് സെന്റിമീറ്റർ per second ആണ്. v 0 എന്ന് തന്നിട്ടുണ്ട്. സെന്റിമീറ്ററിനെ എങ്ങനെയാണ് മീറ്റർ ആക്കുന്നത്? ബൈ 100 ചെയ്യണം. അപ്പൊ ഇവിടെയും 0.2 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക അല്ലെ. 20 സെന്റിമീറ്ററിന് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ടൈം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി. v എത്രയാണ്? 0 മൈനസ് യു എന്ന് പറയുന്നത് 0.2 ഡിവൈഡഡ് ബൈ ടി ഇസ് 10, which will make it minus 0.02 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ മാസ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയുന്ന ഫോർമുല എന്താണ്? F is equal to m into a. Force is equal to, ഇവിടെ ഫോഴ്സ് ആണ് കേട്ടോ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇസ് 0.02 into ആക്സിലറേഷൻ ഇസ് മൈനസ് 0.02. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടുന്നത്? മൈനസ് 0.0004 ന്യൂട്ടൺ. ഇത്രയും ഫോഴ്സ് ആണ് ഈ ബോളിൽ ആക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ ഈ രണ്ട് ചോദ്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തെന്നുള്ളത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. Thank you for watching. Have a wonderful day ahead to all of you.